ഹായ് ഹലോ വെൽക്കം ടു മീഡിയഗ്രാം. ബിഗ് ബോസ് സീസൺ 4 മലയാളത്തിൻ്റെ റിവ്യൂമായിട്ടാണ് ഡേ 4ൻ്റെ റിവ്യൂമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്നലെ നടന്ന കംപ്ലീറ്റ് എപ്പിസോഡിൻ്റെ ഒരു വിശദാംശം നിങ്ങളെ അറിയിക്കാനാണ് മീഡിയഗ്രാം ശ്രമിക്കുന്നത്. കാലത്തെ പതിവ് പോലെ തന്നെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. അത് ഇന്നലെ ലക്ഷ്മി പ്രിയയ്ക്കാണ് കൊടുത്തത്. ലാഫിംഗ് തെറാപ്പി ആയിട്ടാണ് ലക്ഷ്മി പ്രിയ നമ്മുടെ മുമ്പിൽ ഇന്നലെ എത്തിയത്. കുഴപ്പമില്ലാണ്ട് എന്തൊക്കെയോ ഒപ്പിച്ചു, ഇറ്റ്സ് ഫൈൻ. പക്ഷേ അതിലുപരി വീക്ക്ലി ടാസ്ക് ദി ലക്ഷറി ബഡ്ജറ്റ് ഇന്നലെ അനൗൺസ് ചെയ്തു ബിഗ് ബോസ്. 3400 പോയിന്റാണ് ലക്ഷറി ബഡ്ജറ്റ് അവർക്ക് കൊടുക്കുന്നത്. ഒരു ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിൽ കഴിഞ്ഞാൽ അവർക്ക് 3400 പോയിന്റ് ആയിരുന്നു ഇന്നലെ നൽകിയത്. എന്നാൽ അതിൽ 50 പോയിന്റ് വെച്ച് ഓരോരുത്തരിൽ നിന്ന് 50 പോയിന്റ് വെച്ചാണ് കട്ട് ചെയ്തത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 4 ആദ്യമായി പനിഷ്മെന്റ്, ആദ്യമായിട്ടല്ല എന്നാലും ഇത്ര തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു പനിഷ്മെന്റ് ആണ് കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത്. നിങ്ങൾ സമയത്തിന് വരുന്നില്ല, ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് എത്തുന്നില്ല, പകൽ ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബിഗ് ബോസ് ഒരു കാര്യം പറയാൻ അല്ലെങ്കിൽ ഗെയിം ടാസ്ക് കൊടുക്കുമ്പോൾ എല്ലാവരോടും വന്നിരിക്കാൻ പറയുമ്പോൾ നമ്മുടെ പാവം അശ്വിൻ ക്യാപ്റ്റൻ എല്ലാവരും പിന്നാലെ ചെന്ന് വിളിക്കുകയാണ്. വരൂ നമുക്ക് ബിഗ് ബോസ് ടാസ്ക് തന്നിട്ടുണ്ട്, ബിഗ് ബോസ് വിളിക്കുന്നു. നമുക്ക് ലൈവിൽ കാണാൻ പറ്റുന്നുണ്ട് അശ്വിൻ പിന്നാലെ ചെന്ന് എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം ഓരോരുത്തരിൽ നിന്നും 50 പോയിന്റ്, അങ്ങനെ മൊത്തം 850 ലക്ഷറി ബഡ്ജറ്റ് പോയിന്റ് ആണ് അവരിൽ നിന്നും കട്ട് ചെയ്തത്. 850 ലക്ഷറി പോയിന്റ് ആണ് കട്ട് ചെയ്തത്. അതുമാത്രമല്ല, ക്യാപ്റ്റൻ്റെ റൂമിൽ ക്യാപ്റ്റൻ്റെ അനുവാദമില്ലാതെ അകത്ത് കയറിയതിന് 500 പോയിന്റും കുറച്ചു. അങ്ങനെ മൊത്തത്തിൽ 1350 പോയിന്റുകളാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 4 ഫസ്റ്റ് വീക്കിൽ അവർക്ക് ലക്ഷറി ബഡ്ജറ്റ് പോയിന്റിൽ നിന്നും കുറയുന്നത്. ബാക്കി അവർക്ക് 2050 പോയിന്റേ ഉള്ളൂ. ഈ 2050 പോയിന്റിൽ അവരെന്തൊക്കെ മേടിച്ചു എന്നുള്ള കാര്യം വളരെ രസകരമാണ്. പക്ഷേ ഇവിടെയാണ് വീക്ക്ലി ടാസ്കിൽ വിജയകരമായി 4 പേർ ജയിച്ചു. ഡോക്ടർ റോബിൻ, അപർണ, നിമിഷ, എല്ലാവർക്കും അറിയുന്നത് തന്നെ. പക്ഷേ അപ്പോഴാണ് ആ സത്യം അറിയുന്നത്, ആരാണ് ബിഗ് ബോസ് ക്യാപ്റ്റൻ റൂമിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കയറിയത്. ഇതുവരെ എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ആ ഡോൾ എങ്ങനെ അകത്തെത്തി, നമ്മുടെ അശ്വിൻ ഒക്കെ ചോദിച്ചു ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തിയത്. ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ കള്ളനെ പിടിച്ചു, പൊക്കി എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷറി ബഡ്ജറ്റ് കട്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ എഴുന്നേറ്റ് വന്നു. ക്യാപ്റ്റൻ ചോദിച്ചു, ആരും പോകരുത്, അവിടെ തന്നെ ഇരിക്കുക. ആരാണ് എൻ്റെ റൂമിൽ, അതായത് ക്യാപ്റ്റൻ്റെ റൂമിൽ എൻ്റെ അനുവാദമില്ലാതെ കയറിയതെന്ന് ചോദിച്ചു. എല്ലാവരും മുഖത്തോട് നോക്കി. അപ്പോൾ ആരോ സൈഡിൽ നമ്മുടെ ജാസ്മിനോ നിമിഷോ ആരോ പറഞ്ഞു, ആര് കയറിയാലും ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ലാൽ സാർ വരുമ്പോൾ CCTV ക്യാമറ ഫുട്ടേജ് എടുത്ത് കാണിക്കും എന്ന് പറഞ്ഞു വഴിക്ക് നമ്മുടെ ഡോക്ടർ റോബിൻ നൈസായിട്ട് എഴുന്നേറ്റു, ഞാനാണ് കയറിയത്. അത് പറഞ്ഞു, കള്ളനെ പുറത്ത് പിടിച്ചു അല്ലെങ്കിൽ കള്ളനെ കണ്ടുപിടിച്ചു. ഡോക്ടർ റോബിൻ നിഷ്കളങ്കമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹീ ഈസ് വെൽ പ്ലാൻഡ്. ഞാൻ പറയാമല്ലോ, ഡോക്ടർ റോബിനാണ് ഇതിൽ നല്ല രീതിയിൽ ക്രൂക്കഡായിട്ടും സ്ട്രാറ്റജിയിലും കളിക്കുന്നത്. സോ ആൾ നൈസായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് സംസാരിച്ചു, ഞാൻ അറിഞ്ഞില്ല. ആൾ ആദ്യം തന്നെ വന്ന് തെറ്റ് സമ്മതിച്ചു. അതാളുടെ പ്ലസ് പോയിന്റ്. ആൾ എഴുന്നേറ്റ് വന്ന് ഞാൻ തെറ്റ് സമ്മതിച്ചു, ഞാൻ അറിഞ്ഞില്ല. ഡോൾ എനിക്ക് കിട്ടിയത് അതിൽ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ആളെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഈ ഡോള് ഒരു സ്പെഷ്യൽ പവറാണ്, നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഉണ്ട്, എവിടെ വേണമെങ്കിലും വീടിനകത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് വിചാരിച്ചിട്ടാവാം ക്യാപ്റ്റൻ റൂമിൽ കയറിയത്, അറിയില്ല. വാട്ട് എവർ, ഇറ്റ്സ് ഹിസ് സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് ഡോക്ടർ റോബിൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയാണ് പ്രശ്നങ്ങൾ. ജാസ്മിൻ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ജാസ്മിൻ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനാണ് കയറിയത്, നിങ്ങൾ ജയിക്കാൻ വേണ്ടി. അത് ശരിയാണ്. ബിഗ് ബോസ് സീസൺ 4 അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്വയം ജയിക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയാണ്. ഇവിടെ നന്മമരമായിട്ട് നിൽക്കാനല്ല ബിഗ് ബോസ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ എത്രത്തോളം ക്രൂക്കഡാണ്, നിങ്ങൾ ഏത് രീതിയിലാണ് കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ ടാസ്കുകൾ കൊടുക്കുന്നത്. അതിൽ ഭംഗിയായിട്ട് ഡോക്ടർ കളിച്ചു. ആസ് എ പാർട്ട് ആൾ നുണ പറഞ്ഞു എന്ന്, ഗെയിമിന്റെ പാർട്ടായിട്ട് ആൾ നുണ പറഞ്ഞു എന്ന് ആള് തന്നെ സ്വയം പറയുന്നുണ്ട്.
നമുക്കത് കാണാൻ സാധിച്ചു. ആ ഡോൾ എടുത്തു, ക്യാപ്റ്റൻ റൂമിൽ കയറി ആൾ ഡോൾ എടുത്തിട്ടും ആളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ക്യാപ്റ്റൻ റൂമിൽ കയറി ഡോൾ വെച്ചത്? അപ്പോൾ ആൾ പറഞ്ഞു, അല്ല, ഞാനല്ല വെച്ചത്. എന്നാൽ ഇന്നലെ ലക്ഷറി പോയിന്റുകൾ കട്ടായപ്പോഴാണ് ഡോക്ടർ റോബിൻ സ്വയം നിന്ന് പറയുന്നത്, ഞാനാണ് കയറിയത്. അവിടുന്ന് ജാസ്മിൻ പൊട്ടിത്തെറിച്ചു. ജാസ്മിൻ ഡോക്ടറുടെ അടുത്ത് ഭയങ്കര രീതിയിൽ ചൂടായി, മോശം രീതിയിൽ തന്നെ സംസാരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജാസ്മിൻ ഡോക്ടർ റോബിനോട് എടുത്തു ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നത് തെണ്ടിത്തരമല്ലേ? ഇതിൽ എവിടെയാണ് തെണ്ടിത്തരം? എനിക്കറിയില്ല ഇത് തെണ്ടിത്തരമാണോ. ആള് കളിച്ചത് ഒരു ഗെയിമിന്റെ പാർട്ടായി നല്ല രീതിയിൽ കളിച്ചു. ബിഗ് ബോസ് ഫസ്റ്റ് വീക്ക് ആദ്യത്തെ തുടക്കത്തിന്റെ ഒരു ഇതിൽ ആളത് കയറി ആൾ ആ സ്ട്രാറ്റജിയിൽ കളിച്ചു. ആളത് കൺവിൻസ് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു എന്ന് ആള് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടും ജാസ്മിൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലാവരും അതെ കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. കൈയടിച്ച് പാസ്സാക്കിയത് അറിയില്ല. വട്ടെവർ, ഒരാൾ കുറ്റം സമ്മതിച്ചു, സ്വയം തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊരു കാര്യമില്ല. ആസ് എ ഷോ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ ആണ്. അവിടെ നമുക്ക് ഇന്നലെ ജാസ്മിൻ പൊട്ടിത്തെറിക്കുകയുണ്ടായി. അതുപോലെ നിമിഷയും അവിടെ സംസാരിക്കുകയുണ്ടായി. ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് കാണാൻ സാധിച്ചു ജാസ്മിനും ലക്ഷ്മിപ്രിയയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഇന്നലെ ജാസ്മിൻ ഡോക്ടർ റോബിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നുണയനാണ്, നിങ്ങൾ ചെയ്ത് ചതിയനാണ്, നിങ്ങൾ ട്രസ്റ്റ് വർത്തിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്ഷ്മിപ്രിയ അവിടെ നിന്ന് പറയുന്നു, ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. ദാറ്റ് ഈസ് ലക്ഷ്മിപ്രിയ. കലുഷിതമായ രംഗങ്ങൾ ജാസ്മിനും ഡോക്ടർ റോബിനും ഒക്കെ ഷൗട്ട് ചെയ്തു. പിന്നെ അത് അവിടെ വെച്ചിട്ട് ക്യാപ്റ്റൻ, അതിനിടയിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ക്യാപ്റ്റന് അവിടെ ഒരു വിലയില്ല. ക്യാപ്റ്റൻ പറയുന്നിടത്ത് നിർത്താൻ പറഞ്ഞ് നിർത്തണം. എന്നാൽ ജാസ്മിനും ഡോക്ടർ റോബിനും ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഷൗട്ട് ചെയ്തു. എല്ലാവരും കൂടി ഷൗട്ട് ചെയ്യുന്ന വെച്ചാൽ ആകെ ഒരു ഡിസ്റ്റർബൻസ്, ഒരു വയലന്റ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ഓളിട്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് കരയേണ്ട ഒരു അവസ്ഥയെത്തി നമ്മുടെ പാവ അശ്വിന്. ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ബോൾഡ് പറയുന്നിടത്ത് നിൽക്കണം, അതാണ് ക്യാപ്റ്റൻസി. അതെനിക്ക് ഇന്നലെ അശ്വിനിൽ കാണാൻ പറ്റിയില്ല. വാട്ടവർ അത് ആള് പറഞ്ഞ് നിർത്തിച്ചു. ആള് ബെഗ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഓളിയിട്ട് ഷൗട്ട് ചെയ്ത് ഒരു ബെഗ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. ഇനി മുതൽ ആരും ക്യാപ്റ്റൻ്റെ റൂമിൽ കയറരുത്, കാര്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ആരും പിന്നാലെ വന്ന് നടക്കില്ല, പിന്നാലെ വന്ന് വിളിക്കില്ല. ബിഗ് ബോസ് ഇവിടെ സൈറൻ അടിച്ചാലും ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കണം. എല്ലാവരും നിങ്ങൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഇവിടെ വന്നിരിക്കണം. ബിഗ് ബോസ് 50 പോയിന്റാണ് ഓരോരുത്തരിൽ നിന്ന് കട്ടായിരിക്കുന്നത്. 17 മത്സരാർത്ഥികളിൽ നിന്നും 50 പോയിന്റ് വെച്ചാണ് ബിഗ് ബോസ് കുറച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആ ലക്ഷറി ബഡ്ജറ്റിലാണ് അല്ലെങ്കിൽ ലക്ഷറി ഒരു പോയിന്റിലാണ് ഇവരുടെ അടുത്ത ആഴ്ചയിലെ ഭക്ഷണം അല്ലെങ്കിൽ അവരെന്ത് കഴിക്കണം, അവർക്ക് കഴിക്കാനുള്ള സംഭവങ്ങളാണ് ആ ഒരു പോയിന്റിൽ കൂടിയാണ് അവർക്ക് നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വേദന ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഖിൽ കുട്ടി അല്ലെങ്കിൽ കുട്ടി അഖിൽ ഡോക്ടറെ നൈസായിട്ട് വിളിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ അവർ മാറിയിരിക്കുന്ന സമയത്ത് കുട്ടി അഖിൽ ഒരു നല്ലൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചു, പക്ഷെ ഒരു സോറി ഞങ്ങൾ പ്രതീക്ഷിച്ചു. ശരിയാണ്, ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോറി, ഒരു ക്ഷമാപണം ആരോടായാലും നമ്മൾ ചോദിക്കണം. അങ്ങനെ കുട്ടികൾ പറഞ്ഞപ്പോൾ ഡോക്ടർ സോറി, ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാം. വീണ്ടും വിളിച്ചിരുത്തി അല്ലെങ്കിൽ എല്ലാവരോടും വന്നിരിക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു. ഡോക്ടർ റോബിൻ ക്ഷമ പറയാനായിട്ട് വന്നു. അപ്പോൾ ഇതിനു മുമ്പ് നിമിഷയ്ക്ക് സംസാരിക്കാൻ ഒരു സമയം അല്ലെങ്കിൽ സന്ദർഭം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ അടുത്ത് സങ്കടം പറിച്ചിലും ഇച്ചിരി ഒരു ദേഷ്യത്തിൽ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അശ്വിൻ നിമിഷയോട് സംസാരിക്കാൻ പറഞ്ഞു. നിമിഷ പറഞ്ഞു, ഡോക്ടർ റോബിൻ സോറി പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കല്ലേ വേണ്ട. ആള് ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ടത്, ബിഗ് ബോസ് മലയാളമാണ് നമ്മൾ കാണുന്നത്. ദിസ് ഈസ് മലയാളം ഷോ, മലയാളം റിയാലിറ്റി ഷോ. എന്നിട്ടും നിമിഷമൊക്കെ ഇംഗ്ലീഷിൽ ആറാടുകയാണ്. ഇംഗ്ലീഷ് പറയരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. കൂടുതലും മലയാളം യൂസ് ചെയ്യാനാണ് പറയുന്നത്. മലയാളം ഷോ ആകുമ്പോൾ മലയാളം വായിക്കാനും പറയാനും അറിയുന്ന കുറച്ച് ആൾക്കാരെ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് തിരഞ്ഞെടുക്കുക. നമുക്ക് ഓരോ ടാസ്കൊക്കെ വായിക്കാനാണ് ചിരിച്ച് ചാവാനുള്ളത്. നമ്മുടെ എപ്പിസോഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ ബിഗ് ബോസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നമ്മൾ 24/7 കാണുമ്പോൾ 24 മണിക്കൂറും അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കൂടെ. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
മലയാളം വായിക്കാൻ പോലും അറിയാത്ത കണ്ടസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ സുചിത്രയൊക്കെ ഇന്നലെ ടാസ്ക് വായിക്കാനാണ്ട് ചിരിച്ചിരിച്ച് ചാവും കേട്ടോ. അതിൽ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. അടുത്ത സീസൺ നിങ്ങളും ബിഗ് ബോസ് മലയാളം കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് മലയാളത്തിൽ മലയാളം അറിയുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടിയാക്കിൽ ഡോക്ടർ റോബിനോട് സോറി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിമിഷ അവിടെ നിന്ന് ഇംഗ്ലീഷിൽ കുറേ വാചാലമായി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തു തരാം. നിങ്ങൾക്ക് വേണ്ടി കളിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണ്ടി തന്നെ കളിക്കണം. പക്ഷേ അത് മറ്റുള്ളവരെ ബാധിക്കരുത്. ഇന്നലെ 500 പോയിന്റ് ബിഗ് ബോസ് കട്ട് ചെയ്തപ്പോൾ അത് മറ്റുള്ളവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ വിലയാണ് ആ 500 പോയിന്റ്. അപ്പോൾ അതാണ് നമ്മുടെ നിമിഷ ഇന്നലെ എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി കളിച്ചോളൂ, പക്ഷേ അത് മറ്റുള്ളവരെ ഒരിക്കലും ബാധിക്കരുത്. നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തിക്കാനാകാൻ ശ്രമിക്കുക. ഒരാൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഉപദ്രവമായി മാറരുത്. അത് തന്നെയാണ് നിമിഷ ഇന്നലെ പറഞ്ഞത്. അവൾ പറഞ്ഞത് വളരെ ഒരു ഗുഡ് പോയിന്റ് ആണ്. കളിക്കണ്ടെന്ന് ആരും പറയുന്നില്ല, പക്ഷെ ഉപദ്രവിക്കരുത് മറ്റുള്ളവർ. അപ്പോഴേക്കും വീണ്ടും ജാസ്മിൻ വീണ്ടും ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഇയാൾ സോറി പറഞ്ഞു, ഇറ്റ്സ് ഫൈൻ, കൈയടിച്ച് എഴുന്നേറ്റ് പോവാ, നിങ്ങളെന്താ ഉണ്ടക്കണ്ണ് വെച്ച് പൊട്ടന്മാരായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടു, എല്ലാവരും കണ്ടു അതൊക്കെ. സോ അതിനെ പറ്റി ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് പിന്നീട് ലക്ഷറി ബഡ്ജറ്റിലേക്ക് കിടക്കുകയാണ്. അതിനിടയിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ റോൺസിനും ഡെയ്സി ഡേവിഡിനും ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. അവർ തമ്മിൽ സംസാരിക്കുന്നില്ല. ഡെയ്സി ഡേവിഡ് ഒരു വിഷമം, എൻ്റെ അടുത്ത് റോൺസൺ സംസാരിക്കുന്നില്ല. അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇന്നലെ റോൺസനെ ഡെയ്സി വിളിച്ചു. അവർ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ റോൺസൺ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് ആരോടും ഒരു പ്രശ്നവുമില്ല. പക്ഷേ റോൺസിൻ്റെ മുഖഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, റോൺസിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ ചെറിയൊരു വിഷമം ഡെയ്സിയോടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ലക്ഷറി അല്ലെങ്കിൽ ആ ലിസ്റ്റ് വന്നു, എന്തൊക്കെ സാധനങ്ങൾ സെലക്ട് ചെയ്യണം. അതിനവരെല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ലക്ഷ്മിപ്രിയ. കഴിഞ്ഞ സീസണിലൊക്കെ കാണാൻ സാധിച്ചത് ഒരാൾ കണക്ക് കൂട്ടുന്നു, 2-3 പേര് സെലക്ട് ചെയ്യുന്നു, ഒരാൾ റിമോട്ട് വെച്ച് പേജ് സ്ക്രോൾ ചെയ്യുന്നു, ഒരാൾ ബോർഡിൽ എഴുതുന്നു. എന്നാൽ ഇപ്രാവശ്യം ഒരാൾ ബോർഡിൽ എഴുതുന്നു, ഒരാൾ തന്നെ സെലക്ട് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഇല്ല അവിടെ. ലക്ഷ്മിപ്രിയനെ ആരോ സെലക്ട് ചെയ്തു, എല്ലാവരും കൂടി സെലക്ട് ചെയ്തു. ലക്ഷ്മി ചേച്ചി സെലക്ട് ചെയ്തോളൂ എന്തൊക്കെ ഭക്ഷണമാണ് വേണ്ടതെന്ന് വെച്ചിട്ട്. ഇവരുടെ കയ്യിലാണെങ്കിൽ 2050 പോയിന്റ് ഉണ്ട്. ഈ 2050 പോയിന്റിൽ ലക്ഷ്മിപ്രിയ കുറച്ച് സാധനങ്ങൾ തിരഞ്ഞെടുത്തു. പഴം, ചിക്കൻ മസാല, ഇതാണ് വിറ്റ്. ചിക്കൻ മസാല മേടിച്ചു, എന്നാൽ ചിക്കൻ ഇല്ല. പിന്നെ എന്തിനാണ് ചിക്കൻ മസാല? വളരെ എന്താ പറയുക, പൊട്ടത്തരത്തിൻ്റെ ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ പൊട്ടത്തരം തന്നെ എന്ന് നമുക്ക് പറയാം. എന്നിട്ട് ലക്ഷ്മിപ്രിയ അതിനെ ന്യായീകരിക്കുന്നത് അരിയും ഗോതമ്പ് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ലക്ഷറി പോയിന്റിൽ കൂടെയല്ലേ മേടിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ അരിക്ക് വേണ്ടി കാത്തിരുന്നത്. ബിഗ് ബോസ് സീസണിലെ എല്ലാ സീസണിലും നമുക്കറിയാം, ലക്ഷറി എന്ന് പറയുന്നത് അരിയും മറ്റുള്ള സംഭവങ്ങളൊക്കെ നോർമലാണ്, അതൊക്കെ അവിടെ കിട്ടും. എന്നാൽ ഇവർക്ക് കറി വെച്ച് കഴിക്കാനുള്ള ലക്ഷറീസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ബിഗ് ബോസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പോയിന്റിൽ കൊണ്ട് നിങ്ങൾക്ക് ലക്ഷറി എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ലക്ഷറി ഐറ്റംസിൽ ഇടുന്നതാണ്. പച്ചക്കറി എല്ലാം അവിടെ കൊടുത്തത്, ചിക്കൻ, ബീഫ്, അങ്ങനത്തെ മട്ടൺ, അങ്ങനത്തെ പല സംഭവങ്ങളും, പുട്ടുപൊടി, ദോശ, അങ്ങനത്തെ ഒക്കെയാണ്. അരി അവിടെ കൊടുക്കും, അത് കൊടുത്തേ പറ്റുള്ളൂ. അത് ബേസിക് നീഡ്സ് ആണ്. ബേസിക് നീഡ്സ് ആയിട്ട് സംഭവം കൊടുക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ലക്ഷ്മിപ്രിയ മറ്റുള്ളൊരു സജഷൻ പറയുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. ഒരാൾക്ക് അവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം അവിടെ ഇന്നലെ ഞാൻ കണ്ടില്ല. അവിടെ നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് എഴുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറയണം അല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ള കാര്യം അവിടെ എടുത്ത് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ ആരും ഇന്നലെ മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും കൂടി സെലക്ട് ചെയ്ത കാരണമാവാം ലക്ഷ്മിപ്രിയ ഇത്ര ആധികാരത്തോടു കൂടി സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കം തൊട്ടേ ലക്ഷ്മിപ്രിയ ഒരു അധികാരത്തിന് അല്ലെങ്കിൽ സീനിയോറിറ്റിയുടെ ഒരു ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഒരു ചേച്ചിയമ്മ റോള് കളിക്കുന്നുണ്ട്, അതിപ്പോഴും വ്യക്തമാണ്. അത് പിന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ സുചിത്ര, റോൺസൺ, നവീൻ, ധന്യ ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇവരും ഇതേ സെയിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർ പുറത്ത് പറയുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നില്ല. എന്നാൽ ഇവർക്ക് ലക്ഷ്മിപ്രിയയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇവരിതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ലക്ഷ്മി
നല്ല രീതിയിൽ സീനിയോറിറ്റി കാണിക്കുന്നുണ്ട്, അധികാരം കാണിക്കുന്നുണ്ടെന്ന് ഇവർ തന്നെ പല ഷോസിലും പറയുന്നുണ്ട്. അങ്ങനെ ഒരു രസകരമായ ഒരു പൊട്ടത്തരം എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ്. ചിക്കൻ മസാല മേടിച്ച് ചിക്കൻ ഇല്ല, പിന്നെ എന്തിനാണ് ചിക്കൻ മസാല? അങ്ങനെ 500 പോയിന്റ് 1500 സംതിങ് ആണ് അവർ സാധനങ്ങൾ മേടിച്ചത്. 500 പോയിന്റ് ഇനിയും ബാക്കിയായിരുന്നു. അതിങ്ങനെ നോക്കി നിന്ന് ആ സമയം കളഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നിന്ന് സമയം കളഞ്ഞതാണ് ലക്ഷ്മിപ്രിയ. അതിൽ 1-2 പേര്, ഒരാളല്ലാണ്ട് 2 പേരും കൂടെ എക്സ്ട്രാ വെച്ചിരുന്നെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് നോക്കി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാമായിരുന്നു. ഇതൊന്നും അറിയാത്ത, എനിക്കെല്ലാം അറിയാം പക്ഷെ എനിക്കൊന്നും അറിയില്ല, അതാണ് സത്യം പറഞ്ഞ ലക്ഷ്മിപ്രിയ. വാട്ടവർ, അങ്ങനെ ലക്ഷറി ബഡ്ജറ്റ് അത് അവിടെ അവസാനിച്ചു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ബ്ലിസ്ലിയും ഡെയ്സി ഡേവിഡുമായിട്ടുള്ള ചെറുതല്ല നല്ല രീതിയിലൊരു തല്ല് തന്നെയാണ് അവിടെ നടന്നത്. ബ്ലെസ്ലി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത് എന്നെനിക്കറിയില്ല. മുമ്പ് ബ്ലെസ്ലി ഡെയ്സിക്ക് ആളുടെ സ്വന്തം പാവ ദാനം ചെയ്തു, തിരിച്ചു കൊടുത്തില്ല. അപ്പം അതിൻ്റെ ഒരു ഗ്രിഡ്ജ് ആയിരിക്കും, അതിൻ്റെ ഒരു ദേഷ്യം ബ്ലെസ്ലിയുടെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ, മനുഷ്യനാണല്ലോ. അപ്പോൾ ബ്ലെസ്ലി ഡെയ്സിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നെ പറ്റി സംസാരിച്ചത്? നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ എന്തിനാണ് അറിയാത്ത കാര്യം സംസാരിച്ചത്? അപ്പോൾ ഡെയ്സി ഇവിടെ ആകെ അമ്പരം നിന്ന്, അല്ലെങ്കിൽ ആദ്യം കിളി പോയി എന്ന് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ പറ്റി സംസാരിക്കൂ? ഞാൻ ബ്ലെസ്ലിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അവിടെ ഡെയ്സി ചൂടാവുകയാണ്. ബ്ലെസ്ലി ഒരു മോശം അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു സംസാരമായിരുന്നു അത്. എല്ലാവരും പറഞ്ഞു ഇന്നലെ, കണ്ട എനിക്കും മനസ്സിലായി ബ്ലെസ്ലി ഇന്നലെ അത് ചോദിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊരു സ്ട്രാറ്റജി ആണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഡെയ്സി ഡേവിഡ് പറഞ്ഞു, ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യമാണ് മോൻ പറയുന്നത്. അപ്പോൾ ബ്ലെസ്ലി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി, എൻ്റെ മോനെ അങ്ങനെയൊന്നും വിളിക്കുന്നു വേണ്ട. അപ്പോൾ ആ ബ്ലെസ്ലി മോശം രീതിയിൽ നീ എടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എടി നീ എന്നെ പറ്റി അങ്ങനെ പറയും, നീ പോടി എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര മോശകരമായിട്ട്. അപ്പോൾ ഡെയ്സി ഡേവിഡ് നൈസായിട്ട് ബ്ലെസ്ലിയുടെ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ചു, നീ എന്നെ ഡി പോടി അല്ലെങ്കിൽ എന്നുള്ളതൊക്കെ നിന്റെ വീട്ടിലുള്ള അമ്മേനെയും പെങ്ങളെയും വിളിക്കാൻ പറഞ്ഞു. ചോദിച്ചു മേടിച്ചു എന്ന് തന്നെ പറയാം, ചോദിച്ചു മേടിച്ചു. ഒരാൾ നമുക്ക് എത്ര ദേഷ്യം വന്നാലും മോശമായ രീതിയിൽ സംസാരിക്കാൻ ആർക്കും അർഹതയില്ല. എടി പോടി വാടി എന്നൊക്കെ വിളിക്കും. ആള് പറയുന്നുണ്ട് മലയാളം വാക്കുകൾ തന്നെയാണ്, പക്ഷെ ഒരാളെ നമുക്ക് അങ്ങനെ വിളിക്കാനായിട്ട് അത് നമ്മുടെ സഹപാഠിയോ ഒന്നുമല്ല, അതൊരു വീടാണ്. ആ വീട്ടിലുള്ള ആൾക്കാരെ ഒരു മാന്യമായ രീതിയിൽ വേണം വിളിക്കാനായിട്ട്. കൊടുത്തു മേടിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരം ഉണ്ടായി. പിന്നെ ബ്ലെസ്ലിയുടെ വായിൽ നിന്ന് അറിയാതെ വന്നു, നീ നിന്റെ വീട്ടിലെ നിന്റെ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ നിന്റെ ആരാണ്, നീ എൻ്റെ അപ്പനെയാണോ വിളിച്ചത് എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ ബ്ലെസ്ലി വീണ്ടും ചൂടായി. അങ്ങനെ അത് നമ്മുടെ അശ്വിൻ, നമ്മുടെ ക്യാപ്റ്റൻ വന്ന് സോറി നിങ്ങൾ മാറി നിൽക്കുകയൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വീണ്ടും ഒരു കലുഷിതമായ ഒരു രംഗമാണ് വീണ്ടും സൃഷ്ടിച്ചത്. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഡോക്ടറും ജാസ്മിനും ഒക്കെ ആയിരുന്നു. ഇപ്പം അതിലുപരി ഇപ്പോൾ ഡെയ്സിയും ബ്ലെസ്ലിയും ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസം ഓരോ വെടിക്കെട്ട് പോലെ പൊട്ടിത്തുടങ്ങുകയാണ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു ഇന്നലെ. ഇനി വരുന്ന നാളുകളിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന്. തീരുന്നില്ല. വീക്കിലി ടാസ്ക്, അതിലാണല്ലോ ജയിലിലേക്ക് പോകുന്നത്. അതിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ആൾക്കാരെ. എന്നാൽ ബിഗ് ബോസ് ഇവിടെ ഭയങ്കര ബുദ്ധിപരമായിട്ടൊരു കളിയാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടൊരു നീക്കമാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. എല്ലാവരും പറയുകയാണെങ്കിൽ ഡോക്ടർ റോബിനായിരിക്കും ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജയിലിലേക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു? ഡോൾ കിട്ടി വിജയിച്ച ആൾക്കാർ മാറി നിൽക്കുക. അവരെ ഈ ജയിലിലേക്ക് അല്ലെങ്കിൽ ജയിൽ നോമിനേഷന് യാതൊരു കാരണവശാലും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവരാണ് സെലക്ട് ചെയ്യുന്നത്. ജയിൽ നോമിനേഷന് വിജയിച്ച അല്ലെങ്കിൽ ഡോൾ ലഭിച്ച ആൾക്കാരാണ്, ഡോൾ കൈവശം അകത്ത് കയറിയ ആൾക്കാർ, ഡോൾ മാത്രമല്ല അകത്ത് കയറിയ ആൾക്കാർ മാത്രമാണ് ജയിൽ നോമിനേഷൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞത്. 2 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒബ്വിയസ്ലി ബ്ലെസ്ലിയുടെ പേരാണ് കൂടുതലും വന്നത്, ബ്ലെസ്ലിയും അശ്വിനും. ഇവർ 2 പേരാണ് കയ്യിൽ ബൊമ്മ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഡോള് കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തിയ ആൾക്കാർ. ബ്ലെസ്ലി ആണെങ്കിൽ 3 വട്ടമാണ് കയ്യിൽ കിട്ടിയ ആ ഒരു അവസരം തട്ടിക്കളഞ്ഞത് അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞത്. അതിൽ അശ്വിന് ഒരു അവസരം കിട്ടി. അശ്വിൻ ക്യാപ്റ്റനായിട്ട് കൂടിയും അശ്വിനെ എല്ലാവരും കൂടി സജസ്റ്റ് ചെയ്തു. അങ്ങനെ 2 പേരെയും ബിഗ് ബോസ് ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്രാവശ്യമാണെങ്കിൽ ജയിൽ എന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്രമായൊരു ജയിൽ, പൂട്ടുകളില്ലാത്തൊരു ജയിൽ. അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. നമ്മൾ കണ്ടു ഒരു ഗ്ലോബ്,
ആ ഗ്ലോബാണ് ജയിൽ പ്രാവശ്യം. അതിൽ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ, ഒരു ബെഡ്. അതിൽ ഇവർ രണ്ടുപേരും കിടക്കണം. എങ്ങനെ കിടക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു മിണ്ടിയിൽ വലക്കീമയും കിടക്കാം എന്നൊരു ചൊല്ലുണ്ട്, അതായിരിക്കാം ഇവിടെ കാണിക്കുന്നത്. പിന്നെ താഴില്ല, പൂട്ടില്ല. പൂട്ടില്ലാത്ത ജയിലിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻസി നമ്മുടെ അശ്വിൻ ജയിലിൽ പോണ കാരണം ക്യാപ്റ്റൻസി അശ്വിന് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. നമ്മുടെ നവീൻ അറക്കലിനാണ് നമ്മുടെ അശ്വിൻ കൈമാറുന്നത്, ക്യാപ്റ്റൻസി കൈമാറുന്നത്. നല്ലൊരു തീരുമാനം. നവീൻ എന്തുകൊണ്ടും ഒരു ക്യാപ്റ്റൻ ആവാൻ അർഹനാണ്. പല ഇൻസിഡൻസും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും നവീനാണ് ഇടപെട്ട് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത്. നവീൻ അറക്കലിന് ആ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടു, ഒരു ഗുഡ് ക്യാപ്റ്റൻസിക്കുള്ള ക്വാളിറ്റി ഞാൻ കണ്ടു എന്നല്ല, പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അശ്വിൻ എടുത്ത തീരുമാനം നല്ലൊരു ഗുഡ് ഡിസിഷൻ എന്ന്, ഒരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ജയിലിൽ പോകുമ്പോൾ ബാത്റൂം അകത്തില്ല. സോ ബാത്റൂമിൽ പോകാനായിട്ട് 4 കാർഡ് കൊടുത്തു, 4 മഞ്ഞക്കാർഡും ഒരു പച്ചക്കാർഡും. മഞ്ഞക്കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു സാൻഡ് ടൈമിങ്, ഒരു മണൽത്തരി സമയം, അത് നമുക്കറിയാം, തല തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മണൽത്തരി വീണ് കഴിഞ്ഞാൽ അവിടെ സമയം അവസാനിച്ചു. അങ്ങനത്തെ ഒരു സാൻഡ് ടൈം കൊടുത്തവർക്ക്. മഞ്ഞക്കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഒരു വട്ടം തിരിച്ച് ആ മണൽ താഴെത്തുന്നവരെ യൂസ് ചെയ്യാൻ, പുറത്തു പോവാം. ഗ്രീൻ കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ 2 തവണ, ഒരു തവണ തലതിരിച്ച് മണൽ മൊത്തം ഇറങ്ങി, രണ്ടാമതും തലതിരിച്ച് മണൽ മൊത്തം ഇറങ്ങുക. അത്രയും സമയം, ഏകദേശം 10 മിനിറ്റോളം. മഞ്ഞ കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ 5 മിനിറ്റും പച്ച കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ 10 മിനിറ്റോളം എനിക്ക് തോന്നുന്നു. ടൈമൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 5 കാർഡുകളാണ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, ജയിലിലുള്ള 2 പേർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാത്റൂമിൽ പോകാനും, ഇനി അതൊരു ട്വിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗെയിമിൻ്റെ പാർട്ടായി അല്ലെങ്കിൽ വേറൊരു ഗെയിം കളിക്കുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാനും ഒക്കെ ആയിരിക്കും ആ കാർഡ് കൊടുത്തിരിക്കുന്നത്. വാട്ടെവർ. ജയിലിൽ ഇപ്പോൾ അശ്വിനും നമ്മുടെ ബ്ലിസ്ലിയും എത്തിയിട്ടുണ്ട്. അവിടെയുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് ഇന്ന് കാണാം. അങ്ങനെയാണ് ജയിലിൻ്റെ ഒരു അവസ്ഥ. താഴില്ല, പൂട്ടില്ല. സോ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് കിടക്കാം. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസ് പറഞ്ഞു, കാലത്ത് മൊത്തം ഡേ ടൈമിൽ ഫുള്ളും ക്യാപ്റ്റൻ്റെ ചുമതലയാണ് ഇവർ പുറത്തിറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി സമയങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ മത്സരാർത്ഥികൾ ആരെങ്കിലും ഒരാൾക്ക് വന്ന് വാച്ച് ചെയ്യാം. എന്നാൽ ഇവർ രാത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. രാത്രി ആരും അറിയാതെ ഇവർ പുറത്തേക്ക് ചാടുകയാണെങ്കിൽ അപ്പോൾ തന്നെ സൈറൺ മുഴങ്ങുകയും എല്ലാ ലൈറ്റും തെളിയുകയും ഒക്കെ ഉണ്ടാവും എന്ന് ബിഗ് ബോസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രാത്രി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഉറക്കം നഷ്ടപ്പെടും എന്നാണ് ബിഗ് ബോസ് ഇന്നലെ വ്യക്തമായി പറയുന്നത്. സോ ബിഗ് ബോസിനെ ഇവരെങ്ങനെയും പുറത്ത് ചാടിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ജയിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം എന്താണ് ഉണ്ടാവുമെന്നുള്ളത്. അവിടെ തീരുന്നില്ല. ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ലക്ഷ്മിപ്രിയയുടെ ഒരു പ്രകടനം. കാരണം ഇത്രയേ ഉള്ളൂ, പ്രാണി തൊണ്ടയിൽ പോയി, അപ്പോൾ ആൾ വൊമിറ്റ് ചെയ്തു. അപ്പോൾ ബ്രീത്തിങ് ഛർദ്ദിച്ചപ്പോൾ ശിരസിൽ കയറി, എവിടെ കയറി, ലങ്സിൽ എവിടെ കയറി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ഇന്നലെ. എന്നാൽ ലക്ഷ്മിപ്രിയയ്ക്ക് ഇന്നലെ ശബ്ദമുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ലക്ഷ്മിപ്രിയ ശബ്ദമില്ലാതെ ഒരു വായു മാത്രമായിട്ടാണ് ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ചിരിക്കാൻ കുറേയുണ്ട് ബിഗ് ബോസ് സീസൺ 4-ൽ. വാട്ടെവർ. ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ. എന്നാൽ ഇതിൽ ഒരു ചെറിയ വിശേഷം കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. എല്ലാ സീസണിലും കാണുന്ന പോലെ ഒരു ലവ് സ്ട്രാറ്റജി നമുക്ക് കാണാൻ സാധിക്കട്ടെ. അതിൻ്റെ തുടക്കം നമ്മുടെ ഡോക്ടർ റോബിൻ ദിൽഷയുമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെൻ്റെ ഊഹാപോഹം മാത്രമാണ്. എനിക്കറിയില്ല, ഡോക്ടർ നല്ലൊരു ക്രൂക്കഡ് നല്ലൊരു സ്ട്രാറ്റജിയും കളിക്കുന്ന ആളായതുകൊണ്ട് ലവ് സ്ട്രാറ്റജിയും അപ്ലൈ ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ അതിൻ്റെ തുടക്കമാണ് ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചത്. ബിഗ് ബോസ് പ്ലസിൽ നമ്മുടെ ഡോക്ടർ ദിൽഷയുടെ അടുത്ത് ബിരിയാണി കഴിക്കാൻ ഞാൻ വരേണ്ടി വരും, അവിടെ നമുക്കറിയാം, വെയിറ്റ് ആൻഡ് സീ. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല, കണ്ടറിയാം എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ നമുക്കിപ്പോൾ ഒരു ഊഹം അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഡോക്ടറും ദിൽഷയും എന്തെങ്കിലുമൊക്കെ ആവും.
സോ കൂടുതൽ വിശേഷങ്ങൾ വിവരങ്ങൾ അറിയാനായി ബിഗ് ബോസ് സീസൺ 4 വിശേഷങ്ങൾ അറിയാൻ മീഡിയഗ്രാം ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ദിസ് ഈസ് RJ Kiran സൈനിങ് ഓഫ് ഫ്രം മീഡിയഗ്രാം. ബൈ.